ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ PSC പള്ളിക്കുളം ടെക്സ്റ്റ് ബുക്കിലെ സോഷ്യൽ സയൻസിലെ 5ാം ക്ലാസ്സിലെ 1ാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഈ പാഠത്തിൽ അങ്ങനെ പറയത്തക്ക രീതിയിൽ പഠിക്കാനൊന്നുമില്ല. ഒരു പേജേ ഉള്ളൂ പള്ളിക്കുളം ടെസ്റ്റിൽ. അത് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ചേക്കണം. ആ ഒരു പേജ് മാത്രമേ ഉള്ളൂ ഈ ടെസ്റ്റിൽ പഠിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാഠത്തിൻ്റെ പേരാണ് പീലിയുടെ ഗ്രാമം. പീലിയുടെ ഗ്രാമം എന്നാണ് പാഠത്തിൻ്റെ പേര്. അപ്പോൾ ഇതിൽ പഠിക്കാൻ പോകുന്നത് ആസാം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് കൂടുതൽ അതിഥി തൊഴിലാളികൾ എത്തുന്നത്. അപ്പോൾ എവിടെ നിന്നൊക്കെയാണ് എത്തുന്നത്? ആസാം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നിവിടെ നിന്നാണ് കൂടുതൽ കേരളത്തിലേക്ക് ഒരുപാട് അതിഥി തൊഴിലാളികൾ വരുന്നത്. ഓക്കെ, ഇനി ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളത്തിൽ സാക്ഷരരാക്കുന്ന സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് ചെങ്ങാതി. സാക്ഷരതാ മിഷന്റെ പദ്ധതി എന്താണ്? ചെങ്ങാതി. അപ്പം അടുത്ത പോയിന്റ്, ചെങ്ങാതി പദ്ധതിക്കായി സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ പുസ്തകത്തിന്റെ പേരാണ് ഹമാരി മലയാളം. അപ്പൊ ചെങ്ങാതി പദ്ധതിക്കായി സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ പുസ്തകം ഏതാണ്? ഹമാരി മലയാളം. ഇനി അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിനായി സാംസ്കാരിക വകുപ്പിന് കീഴിൽ മലയാള മിഷൻ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് അന്യ മലയാളം. ഇനി നമുക്ക് ഇത്രയ്ക്കുള്ളൂ ഇത് ഈ പാഠത്തിൽ പഠിക്കണം. ടെക്സ്റ്റ് ബുക്കിൽ ഇന്ന് 2-3 പേജ് ഉണ്ട്, പക്ഷെ നമ്മൾ പഠിക്കാനായിട്ടെന്ന് പറയുന്നത് ഈ ജസ്റ്റ് പോയിന്റ്സ് ഉള്ളൂ. ഇനി ഇതിൽ നമ്മൾ എക്സ്ട്രാ പഠിക്കുന്ന സംഭവങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ അപ്പുറത്തെ കോളത്തിൽ കണ്ട ജസ്റ്റ് നോട്ട് ഇറ്റ്, അത് വായിക്കാൻ പോകണം. ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് ഇതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, ഇപ്പം ഞാൻ പറയുന്നതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ വല്ല ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർ മാർക്ക് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർ എവിടെയെങ്കിലും നോട്ടിൽ എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് വായിക്കാൻ പോകുന്നത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഏതാണ്? ആസാം. ഇനി അടുത്തത് ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാർ. ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാർ ആണ്. ജനസാന്ദ്രതയിൽ 2ാം സ്ഥാനമുള്ള സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. ജനസാന്ദ്രതയിൽ 1ാം സ്ഥാനം ബീഹാർ, 2ാം സ്ഥാനം പശ്ചിമ ബംഗാൾ, 3ാം സ്ഥാനമാണ് കേരളത്തിന്. ഓക്കെ, ഇനി അടുത്തത് ഇന്ത്യയുടെ ആദിവാസി സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. ഇന്ത്യയുടെ ആദിവാസി സംസ്ഥാനം ജാർഖണ്ഡ് ആണ്. ഇനി കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ. കേരളത്തിന്റെ ഔദ്യോഗിക ആഘോഷമായ ഓണം ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ തിരുവോണം നാൾ വരെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ്. കേരളത്തിന്റെ സംസ്ഥാന ആഘോഷമായി ഓണത്തെ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയാണ് പട്ടം താണുപിള്ള. എന്നാണ് പ്രഖ്യാപിച്ചത്? 1961 പ്രഖ്യാപിച്ചത്. ഓണത്തിന്റെ ഐതിഹ്യം വിളിച്ചോതുന്ന മാവേലി നാടു വാണിടും കാലം എന്ന ഓണപ്പാട്ട് ജനകീയമാക്കിയതാരാണ്? സഹോദരൻ അയ്യപ്പൻ. മാവേലി നാടു വാണിടും കാലം എന്ന പാട്ട് നമ്മളിനി പാടുമ്പോൾ ഓർക്കുമ്പോൾ അപ്പം ആലോചിക്കുക, സഹോദരൻ അയ്യപ്പനാണ് ഈ പാട്ട് ജനകീയമാക്കിയത്. ഇനി ഓണത്തോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തറയിൽ നടക്കുന്ന ആഘോഷമാണ് അത്തച്ചമയം. അപ്പം ഓണത്തോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തറയിൽ നടക്കുന്ന ആഘോഷമാണ് അത്തച്ചമയം. അടുത്തത് എല്ലാ വർഷവും മേടമാസം 1-ാം തീയതി ആഘോഷിക്കുന്ന ഉത്സവം ഏതാണ്? വിഷു. മേടമാസം 1-ാം തീയതി വിഷു ആഘോഷിക്കുന്നു. ഇനി പ്രപഞ്ചത്തിലെ ഏറ്റവും നയനമനോഹരമായ ഉത്സവമെന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് എന്തിട്ടാണ്? തൃശ്ശൂർ പൂരം. അപ്പൊ പ്രപഞ്ചത്തിലെ ഏറ്റവും നയനമനോഹരമായ ഉത്സവം എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് എന്തിട്ടാണ്? തൃശ്ശൂർ പൂരം. മേടമാസത്തിലെ പൂരം നാളിലാണ് ഇത് നടക്കുക. ഇനി എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിൽ പമ്പ തീരത്ത് നടക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനമാണ് മാരാമൺ കൺവെൻഷൻ. 1895 ഇത് ആരംഭിച്ചു. കേരളത്തിൽ കൊയ്ത്തിനു ശേഷം 2ാം വിളയിറക്കുന്നതിനായി ഉഴുതുമറിച്ച വയലിൽ കാളപ്പൂട്ട് മത്സരങ്ങൾ നടക്കാറുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് കേരളത്തിലെ മെയിനുള്ള ആഘോഷങ്ങളെ പറ്റി പറയുന്നത്. എന്തൊക്കെയാണ്? ഓണത്തെക്കുറിച്ച് പറഞ്ഞു, പിന്നെ അത്തച്ചമയം, പിന്നെ വിഷു, പിന്നെ തൃശ്ശൂർ പൂരം, മാരാമൺ കൺവെൻഷൻ, കാളപ്പൂട്ട് മത്സരം, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ എന്നിട്ട് നമ്മൾ പറയുന്നത് ആസാം, ബീഹാർ, പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ
അതിഥി തൊഴിലാളികൾ കേരളത്തിലേക്ക് വരുന്നത്. പിന്നെ ഈ ഇതര അതിഥി തൊഴിലാളികൾ മലയാള സാക്ഷരരാക്കുന്ന സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് ചെങ്ങാതി. ചെങ്ങാതി പദ്ധതിക്കായി സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ പുസ്തകമാണ് ഹമാരി മലയാളം. പിന്നെ അതിഥി തൊഴിലാളികളുടെ മലയാള ഭാഷയെ സമ്പൂർണ്ണ സാക്ഷരതയുമായി സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ മലയാള മിഷൻ നടപ്പിലാക്കുന്ന പറയുന്നത് അന്യ മലയാളം. പിന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയോട് കൂടിയ സംസ്ഥാനം ഏതാണ്? ആസാം. ജനസാന്ദ്രത ഏറ്റവും കൂടിയതാണ് ബീഹാർ. ഏറ്റവും കുറഞ്ഞത് 2ാം സ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. 3ാം സ്ഥാനം കേരളം. ആദിവാസി സംസ്ഥാനം ജാർഖണ്ഡ്. അപ്പം ഇത്രയ്ക്കുള്ളൂ ഈ 5ാം പാഠത്തിൽ. ഞാൻ ആക്ച്വലി 2 പാഠം എടുക്കാമെന്ന് വെച്ചത്, പക്ഷേ ഓരോന്നോരോന്ന് പോണതാണ് ബെറ്റർ എന്ന് തോന്നി. അപ്പം ഇത് ജസ്റ്റ് ഒരു 5 മിനിറ്റ് മതി ഇത് പഠിക്കാനായിട്ട്. അപ്പം നിങ്ങളെല്ലാവരും പഠിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.